നമസ്കാരം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് അമെൻമെൻറ്റ് 2024 സമഗ്രമായ ഡിസ്കഷൻ്റെ 5ാമത് അധ്യായത്തിലേക്ക് മാന്യ സഹകാരികൾക്ക് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് 14ാമതായി കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതിയാണ്. 14 അത് റൂൾ 29 കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് റൂൾ 29? മറ്റൊന്നുമല്ല, അക്കൗണ്ട്സ് ആൻഡ് ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സംഘം സൂക്ഷിക്കേണ്ടുന്ന അക്കൗണ്ട്സുകളും ബുക്കുകളും സംബന്ധിച്ചുള്ള പ്രതിപാദ്യമാണ് റൂൾ 29 പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉണ്ടായിരുന്നത്. അതിലാണ് ചില ഭേദഗതികൾ, അമെൻമെൻറ്റ്സ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് അത് വിശദമായി 9 2 സബ് റൂളുകളാണ് പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉള്ളത്. 2 സബ് റൂളുകൾ. അതിൽ ചില അഡീഷൻസ്, ചില ഇൻസർഷൻസ്, ഇതൊക്കെയാണ് ഇപ്പോൾ പുതുതായി ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഇൻസർഷനാണ്. ഞാൻ പറഞ്ഞു സബ് റൂൾ 1 ഈ ഒരു ഇൻസർഷൻ വന്നിരിക്കുന്നത്. അവിടെ പറയുന്ന മറ്റൊന്നുമല്ല, ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വേർഡിങ്സ് ഉണ്ട് 1ാമത്തെ സബ് റൂളിൽ. അതിനോട് ഒപ്പം ഐദർ ഇൻ ഫിസിക്കൽ ഓർ ഡിജിറ്റൽ ഫോം എന്നുകൂടി ചേർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇൻറ്റൻഷൻ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. പണ്ട് ഫിസിക്കൽ രജിസ്റ്റർ മാത്രമാണ് സംഘങ്ങളിൽ ഉണ്ടാകുക. ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ, അപ്പോൾ ഡിജിറ്റൽ ഫോമിലല്ലേ അക്കൗണ്ട്സുകൾ ഭൂരിഭാഗം സംഘങ്ങളിലും ഉള്ളത്. അപ്പോൾ 2 എന്നും കൂടി ഇതിനകത്ത് ചേർക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു അമെൻമെൻറ്റിൻ്റെ ലക്ഷ്യം, ഇൻറ്റൻഷൻ. അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റും അതിൽ എവിടെയാണ് ഈ ഇൻസർഷൻ വന്നതും എന്നുകൂടി പരിശോധിക്കാം. അപ്പോൾ ക്ലിയർ. ഇനി നമ്മളിവിടെ കാണുന്നത് അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ്, പ്രിൻസിപ്പൽ റൂളിലുള്ള ഒരു ടെക്സ്റ്റാണ്. അതിൽ എവിടെയാണോ ഈ ഇൻസർഷൻ വരുന്നത് അവിടെ റെഡിങ്കിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി നോക്കുമ്പോൾ കംപ്ലീറ്റ് അവയർനെസ് ഇത് സംബന്ധിച്ചുണ്ടാവും. ഓക്കെ, ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം, ഞാനത് വായിക്കാം. എവറി സൊസൈറ്റി ഷാൽ കീപ്പ് ആൻഡ് മെയിൻറ്റൈൻ ഫോർ സച്ച് പീരീഡ് ആൻഡ് ഇൻ സച്ച് മാനർ സച്ച് അക്കൗണ്ട്സ്, ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. അവിടെയാണ് ഇൻസർഷൻ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അതിനോട് അനുബന്ധിച്ച് വന്ന ഇൻസർഷൻ എന്താണ്? ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഐദർ ഇൻ ഫിസിക്കൽ ഓർ ഇൻ ഡിജിറ്റൽ ഫോം. മനസ്സിലായല്ലോ. 2 തരത്തിലുള്ളതായാലും എന്നും കൂടി ഒരു ഇൻസർഷൻ, കൂട്ടിച്ചേർക്കൽ വന്നിരിക്കുന്നു. ബാക്കി ഒരു മാറ്റവും വന്നിട്ടില്ല. ഇൻ കണക്ഷൻ വിത്ത് ദ ബിസിനസ് ഓഫ് ദ സൊസൈറ്റി ആസ് ദ രജിസ്ട്രാർ മേ ഫ്രം ടൈം ടു ടൈം ഡിറക്റ്റ് ആൻഡ് ഷാൽ മേക്ക് ദം അവൈലബിൾ ടു ഓഫീസേഴ്സ് ഫോർ ഇൻസ്പെക്ഷൻ എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഓഫീസേഴ്സ് ആതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ ഫോർ ഇൻസ്പെക്ഷൻ ടൈം ടു ടൈം എന്നാണ് വന്നിട്ടുള്ളത്. രജിസ്ട്രാർ ആതറൈസ് ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സിന് ഈ ഡിജിറ്റൽ ഫോമിലുള്ളതോ ഫിസിക്കൽ ഫോമിലുള്ളതോ ആയ രജിസ്റ്റേഴ്സ്, ബുക്സ്, അക്കൗണ്ട്സ് ഇവ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതുമാകുന്നു എന്നുള്ളതാണ് ഈ സബ് റൂൾ 1 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഡിജിറ്റൽ ഫോമിലുള്ളത് കൂടി ആഡ് ചെയ്തിരിക്കുന്നു. ഒരു മാറ്റവുമില്ല, ബാക്കി എല്ലാം സെയിം. കൃത്യമായി മനസ്സിലായല്ലോ. ഓക്കെ, അതിനുശേഷം ഒരു പുതിയ ഇൻസർഷൻ കൂടിയുണ്ട്. പുതിയ റൂളായതുകൊണ്ട് അതിനെ നമുക്ക് 1 ശേഷം വന്നതുകൊണ്ട് 1A എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. നമ്പറിങ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. 1A പുതിയ ഇൻസർഷനാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അത് നമുക്കൊന്ന് വായിക്കാം. വേറൊന്നുമില്ല അതിനകത്ത്. എല്ലാ സഹകരണ സംഘങ്ങളും പ്രിപ്പയർ ചെയ്യണം. എന്ത് പ്രിപ്പയർ ചെയ്യണം? കീപ്പ് ചെയ്യണം. എന്ത് കീപ്പ് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പിന്നെ ആ സംഘത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏത് രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം, ആ ഫോംസും ബുക്സും ഫിനാൻഷ്യൽ റെക്കോർഡ്സും ഒക്കെ ആഡിറ്റ് മാനുവൽ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് പുതുതായി വന്നിരിക്കുന്നത്. ആഡിറ്റ് മാനുവലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ എംഫസൈസ് ചെയ്തിരിക്കുന്നത്. അതാണ് ആരാ ആഡിറ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത്? പ്രിപ്പയർഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഗവൺമെൻറ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലിന് വിധേയമായി രജിസ്ട്രാർ തയ്യാറാക്കുന്ന ആഡിറ്റ് മാനുവലിന് അനുസരിച്ച് വേണം ഈ ബുക്സ്, റെക്കോർഡ്സ്, ഫോംസ് എല്ലാം തയ്യാറാക്കേണ്ടതും കീപ്പ് ചെയ്യേണ്ടതും എന്നുള്ള പുതിയ ഒരു ഇൻസർഷനാണ് 1A കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് കാണാം. ഞാനത് വായിക്കാം. വളരെ സിമ്പിളായി. 1A All cooperative societies shall prepare and keep the books of accounts and financial statements in the manner and forms included in the audit manual prepared by the registrar and approved by the government from time to time. നമ്മൾ പറഞ്ഞതിൻ്റെ
പദാനുപദ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? വെരി സിമ്പിൾ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ്. സബ് റൂൾ 2 ഒരു മാറ്റമാണ് ഇനി അടുത്ത് പറയുക. സബ് റൂൾ 2 3 മാറ്റങ്ങളാണ് പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നത്, 3 അമെൻമെൻറ്റ്സ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് തന്നെ സബ് റൂൾ 2 അവസാനം ഞാനീ പറഞ്ഞു, എവിടെയൊക്കെയാണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുക, അവിടെയൊക്കെ ഇനി എന്താ ചേർക്കുക? ഫിസിക്കൽ ഓർ ഡിജിറ്റൽ ഫോം എന്നും കൂടി ചേർക്കണം. അതാണല്ലോ നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ഇനി വരുന്ന ഭാഗങ്ങളിലും ഈ പരാമർശം, അതായത് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഐദർ ഇൻ ഫിസിക്കൽ ഓർ ഡിജിറ്റൽ ഫോം എന്നും കൂടി മാറ്റുന്ന ഒരു അമെൻമെൻ്റാണ് ഇനി ആദ്യമായി തന്നെ പറയുന്നത്. അത് തുടക്കത്തിൽ തന്നെ ഉണ്ട്. ഏതാ? സബ് റൂൾ 2 പറയുന്നുണ്ട്. സബ് റൂൾ 2 എന്താണ് പറയുന്നത്? സബ് റൂൾ 2 ഞാൻ അത് വായിക്കാം. ആ വാക്കിന് ശേഷം ഐദർ ഇൻ ഫിസിക്കൽ ഓർ ഡിജിറ്റൽ ഫോം എന്നും കൂടി ചേർക്കുമ്പോൾ ആ അമെൻമെൻറ്റ് കംപ്ലീറ്റ് ആയി. സിമ്പിളല്ലേ? അപ്പോൾ അത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. വേറൊന്നുമില്ല, അതിന് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. വിത്തൗട്ട് prejudice to the provisions of the foregoing sub-rules, the societies shall, in general, keep and maintain the following accounts and books. എന്തായാലും ചേർക്കേണ്ടത് അക്കൗണ്ട്സും ബുക്സ് വന്നാൽ അവിടെ ഐദർ ഇൻ ഫിസിക്കൽ ഓർ ഡിജിറ്റൽ ഫോം എന്നും കൂടി പുതുതായിട്ട് ആഡ് ചെയ്യുക. അത് റെഡിങ്കിൽ നിങ്ങൾക്ക് കാണാം. ഒരു ടെക്സ്റ്റ് നിങ്ങളിവിടെ കണ്ടു. അതാണ് ആദ്യത്തെ മാറ്റം. സബ് റൂൾ 2 ഒന്നാമത്തെ ക്ലോസ് എയിൽ ഒരു പുതിയ ഇൻസർഷൻ കൂടെയുണ്ട്, ഒരു അമെൻമെൻ്റ് ഉണ്ട്. അതും ഇതുമായി ബന്ധപ്പെട്ടത്, ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, എന്തൊക്കെ ബുക്സ് ഓഫ് റെക്കോർഡ്സ്, അക്കൗണ്ട്സ് ആണ് ഒരു സംഘം മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്? സുഹൃത്തുക്കൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു സംഘം നിയമപരമായി ഈ റൂൾ 29 പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോംസ് എന്തൊക്കെ? അത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പ്രധാനമായിട്ടും ഈ റൂൾ 29 സബ് റൂൾ 2 വളരെ വിശദമായിട്ട് ക്യൂ വരെ, എ മുതൽ ക്യൂ വരെയുള്ള ഐറ്റംസ് ആയിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലൊന്ന് വയ്ക്കുന്നത് നല്ലതാണ്. എല്ലാ സംഘങ്ങളും, എല്ലാ സഹകാരികളും, എല്ലാ ഉദ്യോഗാർത്ഥികളും, എല്ലാ പഠിതാക്കളും അതൊന്ന് ഓടിച്ചു നോക്കുന്നത് നല്ലതാണ്. എല്ലാത്തിനും പ്രയോജനം. 2 ക്ലോസ് എയിൽ സബ് റൂൾ 2 ക്ലോസ് എയിൽ തന്നെ പറയുന്നത് മിനിറ്റ്സ് ബുക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യമായി സൂക്ഷിക്കേണ്ട ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ പ്രഥമമായി പരിഗണിക്കേണ്ടുന്ന ഒരു ബുക്സ് മിനിറ്റ്സ് ബുക്ക്. അതാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനകത്ത് നമ്മളെ പ്രിൻസിപ്പൽ ആക്റ്റിൽ പറയുന്ന ഒരു സംഗതി ഇതാണ്: മിനിറ്റ്സ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ സബ് കമ്മിറ്റീസ്. ഒരു സംഘത്തിൽ പല കമ്മിറ്റീസിനും പുറമെ സബ് കമ്മിറ്റീസ് ഉണ്ടാവും. അതിൻ്റെയും ഉൾപ്പെടെയുള്ള മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നതിന് മിനിറ്റ്സ് ബുക്ക് വേണം. ഓഫ് ദ കമ്മിറ്റി ആൻഡ് ദ ജനറൽ ബോഡി ഓഫ് ദ മെമ്പേഴ്സിൻ്റെ ജനറൽ ബോഡിയുടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതും അതും ഇതിങ്ങനെ തന്നെയാണ്. അതിനോടൊപ്പം ചേർന്നാണ് പുതിയ ഒരു ഇൻസർഷൻ വന്നിരിക്കുന്നത്. എന്താ ഇൻസർഷൻ? ഞാൻ പറഞ്ഞു, ബുക്സ് ഓഫ് റെക്കോർഡ്സ് വരുന്നിടത്തെല്ലാം ചേർക്കുന്ന സംഗതി തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എന്താണ്? മിനിറ്റ്സ് ബുക്സ് ഫോർ റെക്കോർഡിംഗ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ സബ് കമ്മിറ്റീസ് ഓഫ് ദ കമ്മിറ്റി ആൻഡ് ദ ജനറൽ ബോഡി ഓഫ് ദ മെമ്പേഴ്സ്. ഇനി ആണ് ആ ഇൻസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. ഇവ ഷാൽ ബി പ്രിപ്പേർഡ് മാനുവലായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ദെയർ ആഫ്റ്റർ, അതിനുശേഷമോ എങ്ങനെ കീപ്പ് ചെയ്യണം? കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ ഫോം. ഡിജിറ്റൽ ഫോമിലും സൂക്ഷിക്കണം. ആദ്യം മാനുവലായിട്ട്, അതിനുശേഷം ഡിജിറ്റൽ ഫോമിലും സൂക്ഷിക്കണം. ഇതൊരു ഇൻസർഷനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അപ്പോൾ മിനിറ്റ്സ് ബുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഈ അമെൻമെൻറ്റോടുകൂടി ക്ലാരിറ്റി വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു സംഘം സൂക്ഷിക്കേണ്ട രജിസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ് ഈ സബ് റൂൾ 2 പറയുന്ന ഞാൻ പറഞ്ഞു മിനിറ്റ്സ് ബുക്ക്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രജിസ്റ്ററാണ് ഷെയർ ആപ്ലിക്കേഷൻ. ഇനി അതിൻ്റെ അമെൻമെൻറ്റ് വരുമ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ പറയാം. എന്നാലും ഒരു ജനറൽ ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം വളരെ പെട്ടെന്ന്, വളരെ ഓടിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു പോകുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്സാണ് ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. അതിൽ ആപ്ലിക്കൻറ്റിൻ്റെ പേരും അഡ്രസ്സും ഉൾപ്പെടെ എത്ര ഷെയർ അപ്ലൈ ചെയ്തു, എത്ര ഷെയർ അലോട്ട് ചെയ്തു, നിയമപരമായി എത്ര ഷെയർസ് ആണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആ ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്ററിൽ വരിക. അപ്പോൾ അങ്ങനെ ഒരു രജിസ്റ്റർ വേണം. പിന്നെ അഡ്മിഷൻ രജിസ്റ്റർ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രജിസ്റ്ററാണ് അഡ്മിഷൻ രജിസ്റ്റർ. അവിടെ എന്തൊക്കെ വരികയാണെന്ന് നമുക്കെല്ലാം അറിയാം. പേര് വേണം, അഡ്രസ്സ് വേണം, സിഗ്നേച്ചർ വേണം, തമ്പ് ഇംപ്രഷൻ വേണം, പിന്നെ ഓരോ അംഗത്തിൻ്റെയും ഏത് ഡേറ്റിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് വേണം, എത്ര ഷെയർ അവർ കൈവശം വയ്ക്കുന്നു എന്ന് വേണം, പിന്നെ ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് വേണം. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, അംഗങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളാണ് അഡ്മിഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക. അത് പ്രധാനപ്പെട്ട ഒരു രജിസ്റ്ററാണ്. ഇനി മറ്റൊരു രജിസ്റ്ററുണ്ട്, നോമിനേഷൻ രജിസ്റ്റർ.
അത് പ്രധാനമല്ലേ? ആ ഒരു മെമ്പറിൻ്റെ നോമിനി ആരാണ്, ഷോയിങ് ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺ നോമിനേറ്റഡ് ബൈ ദ മെമ്പേഴ്സ്. അത് ഏത് റൂൾ അനുസരിച്ചിട്ടാണ്? നമുക്കറിയാം റൂൾ 23 ആണ് നോമിനേഷൻ വരിക. അതനുസരിച്ചുള്ള നോമിനിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ രജിസ്റ്ററിൽ വരിക. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രജിസ്റ്റർ ഏതാ? ഡേ ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക്. അങ്ങനെ ഡെയിലി റെസിഡൻറ്റ് എക്സ്പെൻഡിച്ചർ ഒരു സംഘത്തിനെ സംബന്ധിച്ച് പിന്നെ ഓരോ ദിവസത്തെയും ബാലൻസ്, ക്യാഷ് ബാലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഡേ ബുക്കിൽ അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത് പ്രധാനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഇൻസ്പെക്ഷനും ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ഡേ ബുക്ക് എടുത്തിട്ട് വരുമോ അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് എടുത്തിട്ട് വരുമോ? ക്യാഷ് ബാലൻസ് വെരിഫിക്കേഷനാണ് ഫസ്റ്റിൽ ഓരോ ഓഡിറ്ററും ചെയ്യുക. അതിൽ വ്യത്യാസം വന്നാൽ ഞാൻ പിന്നെ പറയേണ്ടതില്ലല്ലോ, അത് അതിൻ്റെ വഴിക്കാൻ പോകും. അതുപോലെ തന്നെ റസീറ്റ് ബുക്ക് വേണ്ടേ? കണ്ടെയ്നിങ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വേണം റസീറ്റ് ഒരെണ്ണം, അത് മുറിച്ച് ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുക, ഒന്ന് അവിടെ സൂക്ഷിക്കേണ്ടത്, അതായിരിക്കുമല്ലോ പരിശോധിക്കുക റസീറ്റ് ബുക്ക്. അതുപോലെ തന്നെ വൗച്ചർ ഫയൽ വേണ്ടേ? എക്സ്പെൻഡിച്ചറിനെല്ലാം വൗച്ചർ ഫയൽ വേണം. അതുപോലെ തന്നെ ബോറോയിങ് ലെഡ്ജർ വേണ്ടേ? ഡെപ്പോസിറ്റ് ആൻഡ് അതർ ബോറോയിങ്സ് കാണിക്കുന്ന ബോറോയിങ് ലെഡ്ജർ വേണ്ടേ? അത് മറ്റൊരു രജിസ്റ്ററാണ്. ഏറ്റവും പ്രധാനം ഇതിനെല്ലാം അവസാനം വരുന്നത് എന്താ? ജനറൽ ലെഡ്ജർ, GL, അത് വേണ്ടേ? അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? ഇത്തരം കാര്യങ്ങളാണ് റൂൾ 29 സബ് റൂൾ 2 പറയുന്നത്. അതിനുശേഷം എന്താണ് പറയുക? മന്ത്ലി R&D നമ്മൾ കേട്ടിട്ടുണ്ട്, മന്ത്ലി റെസിറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്, അതിനെക്കുറിച്ച് പറയണ്ടേ? അതുപോലെ തന്നെ ഡിവിഡൻഡ് രജിസ്റ്റർ വേണ്ടേ? അതുപോലെ തന്നെ സസ്പെൻസ് അക്കൗണ്ട് രജിസ്റ്റർ വേണ്ടേ? ഇങ്ങനെ നിരവധിയായ രജിസ്റ്ററാണ്. ഇനി അതുപോലെ തന്നെ ഇത് ABCD ഇങ്ങനെയുള്ള ക്രമത്തിലാണ് ഞാൻ പറഞ്ഞു പോയത്. ഇനി ക്ലോസ് M, അതിൽ പറയുന്നത് എന്താണ്? റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. എന്താ അത് റെക്ടിഫിക്കേഷൻ? അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ആഡിറ്റ് ഡിഫക്റ്റ് വന്നാൽ റെക്ടിഫൈ ചെയ്യണം, റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അത് പ്രധാനമാണ്. പല സംഘങ്ങളും അനുവർത്തിക്കാത്തതും ആഡിറ്റ് ഡിഫക്റ്റിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതുമായൊരു രജിസ്റ്ററാണ്. റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് അത് സംഘങ്ങൾ ഓർത്ത് തന്നെ വയ്ക്കണം. ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ചെയ്യണം. റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ അവിടെയാണ് ഒരു ഇൻസർഷൻ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലോസ് M സബ് റൂൾ 2 ക്ലോസ് M ഇതിൻ്റെ റൂൾ 29 സബ് റൂൾ 2 ക്ലോസ് M പുതിയ മൂന്നാമത് ഇൻസർഷൻ. റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ എന്ന് മാത്രമായിരുന്നു നേരത്തെ പരാമർശം. ഇപ്പോൾ ഒരു കാര്യം കൂടി അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. എന്താണ്? റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ റെഡിങ്ങിൽ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വന്ന അമെൻമെൻറ്റിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഷാൽ ബി പ്രിപ്പയർഡ് മാനുവലി ആൻഡ് ദെയർ ആഫ്റ്റർ കീപ് ദം ബൈ മീൻസ് ഓഫ് ഡിജിറ്റൽ ഫോം. അത് നമ്മൾ നേരത്തെ മിനിറ്റ്സ് ബുക്കിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ മാനുവലായിട്ട് കീപ്പ് ചെയ്യണം. റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ മാനുവലായിട്ട് കീപ്പ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഡിജിറ്റലൈസ് ചെയ്യണം, ഡിജിറ്റൽ ഫോമിലും സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഇൻസർഷൻ. ലോൺ ഇഷ്യൂ ചെയ്യുന്ന സംഘങ്ങളെ സംബന്ധിച്ച് വേറെ കുറച്ചധികം രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഈ ക്ലോസ് N പറയുന്നത്. M നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. അതിനുശേഷം വരുന്ന N, അതിൽ ലോൺ ഇഷ്യൂ ചെയ്യുന്ന സംഘങ്ങളെ, ക്രെഡിറ്റ് സൊസൈറ്റീസിനെ സംബന്ധിച്ച് ഒട്ടനവധി രജിസ്റ്റർ കൂടി നിയമപ്രകാരം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അത് നമുക്കറിയാം. ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ വേണം, അതുപോലെ തന്നെ ലോൺ ലെഡ്ജർ വേണം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ലയബിലിറ്റി രജിസ്റ്റർ വേണം. അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അത് വയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോൺ, അവസാനിച്ച അല്ലെങ്കിൽ ക്ലോസ് ചെയ്യപ്പെട്ട ലോണുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങുന്ന രജിസ്റ്റർ വേണം. പ്രോഗ്രസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ, അല്ലേ? ആർബിട്രേഷൻ കേസും എക്സിക്യൂഷനും ഒക്കെ ഒരു സംഘത്തിൽ നിരവധിയായി ഉണ്ടാകുന്നതാണ്. അതിൻ്റെ പ്രോഗ്രസ് കാണിക്കുന്ന ഒരു രജിസ്റ്റർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള, ആർബിട്രേഷന് വേണ്ടിയിട്ടും എക്സിക്യൂഷന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഡിക്ലറേഷൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 36, ഡിക്ലറേഷൻ മെയ്ഡ് ബൈ ദ മെമ്പേഴ്സ് ആസ് പെർ സെക്ഷൻ 36 പ്രകാരമുള്ള ഡിക്ലറേഷനെ സംബന്ധിച്ചുള്ള രജിസ്റ്റർ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ലാൻഡ് കൾട്ടിവേഷനെ സംബന്ധിച്ച് സംഘങ്ങളുടെ മെമ്പേഴ്സിൻ്റെ ലാൻഡ് കൾട്ടിവേഷൻ, കൃഷിയുമായി ബന്ധപ്പെട്ട ആ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളാണ് ലോൺ ഇഷ്യൂ ചെയ്യുന്ന സംഘത്തിനെക്കുറിച്ച് വേണ്ടത്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഗതിയിൽ ലിമിറ്റഡ് ലയബിലിറ്റി സംഘങ്ങളാണ്. ഇനി അൺലിമിറ്റഡ് ലയബിലിറ്റി സംഘങ്ങൾ ഉണ്ട് എങ്കിൽ ആ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മെമ്പേഴ്സ് ഷോയിങ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, സംഘങ്ങളുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് സംബന്ധിച്ച ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യണം എന്ന് റൂളിൽ 29 O ആയിട്ട് ക്ലോസ് O ആയിട്ട് സംഘത്തിൻ്റെ ഫ്ലൂയിഡ് റിസോഴ്സുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് കീപ്പ് ചെയ്യുക. ഇനി അവസാനമായി പ്രിൻസിപ്പൽ ആക്റ്റിലുള്ളത് ക്ലോസ് Q വരെയാണെന്ന്, A മുതൽ Q വരെയാണെന്ന് ഞാൻ പറഞ്ഞു. Qയിൽ പറയുന്നത് വോട്ട് അവകാശമുള്ള അംഗങ്ങളുടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് സൂക്ഷിക്കണം. മനസ്സിലായില്ലേ?
വോട്ട് അവകാശമുള്ള അംഗങ്ങളുടെ കൃത്യമായ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് സൂക്ഷിക്കണം. അത് രജിസ്റ്ററായി തന്നെ സൂക്ഷിക്കണം. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എലിജിബിൾ ടു ബി കണ്ടിന്യൂഡ് ആസ് മെമ്പേഴ്സ് ആൻഡ് ടു വോട്ട് ഇൻ എവറി ഇയർ. ഓരോ വർഷവും അത് അപ്ഡേറ്റ് ചെയ്തിട്ട് സൂക്ഷിക്കേണ്ടത് മറ്റൊരു. അപ്പോൾ ഇത്തരം ഇങ്ങനെ എ മുതൽ ക്യൂ വരെയുള്ള രജിസ്റ്റേഴ്സാണ് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോയത്. അത് മനസ്സിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ വന്ന അമെൻമെൻറ്റും ഇൻസർഷനും അഡീഷനും ഒക്കെ നമ്മൾ ചേർന്ന് വരുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. 2 റൂളുകളാണല്ലോ, സബ് റൂളുകളാണ് 29 ഉള്ളത്. അപ്പോൾ ഒരു പുതിയ അഡീഷൻ കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സബ് റൂൾ 3 എന്ന് നമ്പർ ചെയ്തിരിക്കുന്നു. എന്താണ് സബ് റൂൾ 3യിൽ പറയുന്നത്? അത് കോമൺ സോഫ്റ്റ്വെയർ, പാക്സിൻ്റെ കോമൺ സോഫ്റ്റ്വെയറെ സംബന്ധിച്ചാണ്. അപ്പോൾ പാക്സിന് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കോമൺ സോഫ്റ്റ്വെയർ നിർബന്ധമായും മെയിൻറ്റെയിൻ ചെയ്യണം. കണക്കുകൾ അതിലേക്ക് മാറ്റണം, അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് സബ് റൂൾ 2ൽ ആദ്യം തന്നെ പറയുന്ന പ്രതിപാദ്യം. അപ്പോൾ പാക്സ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണല്ലോ പാക്സ്. ആ ഓരോ സംഘങ്ങളും ഇതുപോലുള്ള കോമൺ സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്തിട്ട് അക്കൗണ്ട്സുകൾ അതിന്മേൽ തയ്യാറാക്കണം എന്നുള്ളതാണ് ഈ സബ് റൂൾ 3ൽ ആദ്യത്തെ പരാമർശം. ഇനി എന്താ പറയുന്നത്? മറ്റൊന്നുമല്ല, ഈ പാക്സിന് പുറമേയുള്ള മറ്റു സംഘങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ കോമൺ സോഫ്റ്റ്വെയർ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും അംഗീകാരമുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആണ് പാക്സിന് പുറമേ ഉള്ള സംഘങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് RCS ആണ്. രജിസ്ട്രാർ ഇത് സംബന്ധിച്ചുള്ള ആവശ്യമായ ഗൈഡ് ലൈൻസും ഇൻസ്റ്റലേഷൻ സംബന്ധിച്ചുള്ള മെയിൻ്റനൻസ് സംബന്ധിച്ചുള്ള അതുപോലെ തന്നെ കോമൺ സോഫ്റ്റ്വെയറിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കാലാകാലങ്ങളിൽ കൊടുക്കേണ്ടതാണ് എന്ന് കൃത്യമായി ഈ റൂൾ പറയുന്നുണ്ട്. എസ് നൽകുന്ന ഗൈഡ് ലൈൻസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? പിന്നെ അവർ നേരത്തെ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഡേറ്റ ബാങ്ക് ഉണ്ടാവുമല്ലോ. ഈ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷനോടനുബന്ധിച്ച് നേരത്തെ തന്നെ അവരുടെ കയ്യിലുള്ള ഡേറ്റ ബാങ്ക്, അതിനെ ലെഗസി എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു കൂട്ടം എന്താ പറയുക, അതിൻ്റെ ആ ഡേറ്റ ഒരു നിലവിലുള്ള ഡേറ്റയുടെ പൈതൃക ഡേറ്റ എന്നാണ് ലെഗസിയുടെ ഒരു മലയാളം പറയുക. അപ്പോൾ അത് മൈഗ്രേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ മൈഗ്രേഷൻ ഓഫ് ലെഗസി ഓഫ് ഡേറ്റ, അവരുടെ ഡേറ്റ ഈ സോഫ്റ്റ്വെയറിലേക്ക് മാറുന്നത് മൈഗ്രേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, ടൈം ലൈൻ എങ്ങനെ ഏതൊക്കെ കാലത്ത് അത് ഏതൊക്കെ ഡേറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള ടൈം ലൈൻ സംബന്ധിച്ചുള്ള ഇംപ്ലിമെൻറ്റേഷൻ ടൈം ലൈൻ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, ഇതൊക്കെ കോമൺ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചുള്ള ഇത്തരം നിർദ്ദേശങ്ങൾ RCS നൽകേണ്ടതാണ്. ഇതും നമ്മുടെ ഈ 3ാമത്തെ സബ് റൂളിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോമൺ സോഫ്റ്റ്വെയർ മാത്രമല്ല, അത് ഉപയോഗിക്കാത്തവർക്ക് രജിസ്ട്രാർ അംഗീകരിച്ച് മറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങളിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി കൊടുക്കണം. എന്താ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു? മൈഗ്രേഷൻ ഓഫ് ലെഗസി ഓഫ് ഡേറ്റ, അത് മറ്റ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്താലും അങ്ങനെ തന്നെയാണ്. ഇഷ്യൂ നെസസറി ഗൈഡ് ലൈൻസ് ഫോർ മൈഗ്രേഷൻ ഓഫ് ലെഗസി ഓഫ് ഡേറ്റ, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, അതുപോലെ തന്നെ ടൈം ലൈൻ, ഇംപ്ലിമെൻറ്റേഷൻ ടൈം ലൈൻ, ഡിഫറൻറ്റ് കാറ്റഗറീസ് ഓഫ് സൊസൈറ്റീസ്, ഇതൊക്കെ RCS കാലാകാലങ്ങൾ കൊടുക്കണം എന്നാണ് ഈ പുതിയതായി വന്നിരിക്കുന്ന സബ് റൂൾ 3യിൽ പറയുന്നത്. ഇനി ടെക്സ്റ്റ് ഞാനൊന്ന് വായിക്കാം. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് കൂട്ടുകാർക്ക് മനസ്സിലാവും. Sub Rule 3, there shall be a common software adopted by the government for PACS, Primary Agricultural Credit Societies. Every primary agricultural credit society shall keep and maintain their accounts by using such common software. മനസ്സിലായല്ലോ? നമ്മൾ പറഞ്ഞതിൻ്റെ കൃത്യമായ ഇംഗ്ലീഷ് പരിഭാഷയാണ്. ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് അതർ ദാൻ പാക്സ്, പാക്സിന് പുറത്തുള്ള സംഘത്തിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? their accounts shall be prepared only by using the software approved by the RCS. RCS അപ്രൂവ് ചെയ്ത മറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മറ്റ് സംഘങ്ങൾക്ക് ചെയ്യാൻ കഴിയും. രജിസ്ട്രാർ ഷാൽ ഇഷ്യൂ നെസസറി ഗൈഡ് ലൈൻസ് ഫോർ ഇൻസ്റ്റലേഷൻ, മെയിൻ്റനൻസ് ആൻഡ് യൂസ് ഓഫ് കോമൺ സോഫ്റ്റ്വെയർ ടു ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. The guidelines shall also include details such as migration of legacy data, training of employees, implementation of timeline, and sharing of cost for the expenses of such common software. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഗതിയാണ്. ഇനി കോമൺ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലോ അത് സംബന്ധിച്ചുമുണ്ട്. ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് ഫോർ ഹൂം ദ രജിസ്ട്രാർ ഹാസ് ഗിവൺ അപ്രൂവൽ ഫോർ യൂസ് ഓഫ് സോഫ്റ്റ്വെയർ, അവർക്ക് രജിസ്ട്രാറിൻ്റെ അംഗീകാരത്തോടു കൂടി മറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. അവരും
The registrar shall issue necessary guidelines for migration of legacy data, training of employees, and implementation timeline in different categories of societies. ഇത് പദാനുപദ തർജിമ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ സമ്മറി, അതിൻ്റെ കണ്ടൻറ്റ് ഉൾക്കൊണ്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി 15ാമതായി കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെൻറ്റാണ് അമെൻമെൻറ്റ് നമ്പർ 15. അത് റൂൾ 29 ശേഷം 29 ശേഷമാണ്. അതുകൊണ്ട് ആ നമ്പർ 29A എന്ന് പറയാം. എന്താ 30 എന്ന് പറഞ്ഞാൽ 30 പറയുന്നുണ്ട്. അതുകൊണ്ട് 29A എന്ന് നമുക്കിവിടെ നമ്പറിങ് വന്നിരിക്കുന്നു. അതങ്ങ് അംഗീകരിക്കുക, ഒന്നും ചെയ്യണ്ട. 29A എന്താ 29A? പ്രൊസീജിയർ ഫോർ മെയിൻറ്റൈനിങ് ആൻഡ് റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സബ് കമ്മിറ്റീസ് ആൻഡ് ജനറൽ ബോഡി മീറ്റിംഗ്. അത് വളരെ പ്രധാനമാണ് സംഘങ്ങളെ സംബന്ധിച്ച്. ഉദ്യോഗാർത്ഥികളും സഹകാരികളും സംഘം ഭരണസമിതി അംഗങ്ങളും ഈ ഭാഗം വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. 29A പുതിയ അഡീഷനാണ്. ഞാനതിൻ്റെ ഹെഡിങ് ഒന്നുകൂടി പറയുന്നു. പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ. എന്തിൻ്റെ? ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സംഘം ഡയറക്ട് ബോർഡ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കുന്നതിൻ്റെ നടപടിക്രമം വളരെ പ്രധാനമല്ലേ? സബ് കമ്മിറ്റി ആണെങ്കിൽ അതും ഇങ്ങനെ തന്നെ, ജനറൽ ബോഡി ആണെങ്കിൽ അതും ഇങ്ങനെ തന്നെ. അപ്പോൾ മെയിൻ കമ്മിറ്റി, സബ് കമ്മിറ്റി, ജനറൽ ബോഡി മീറ്റിംഗ്, ഇവയുടെ മിനിറ്റ്സ് തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾ ക്ലാരിറ്റി വരുത്തി റൂൾ അമെൻമെൻറ്റ് വന്നിരിക്കുന്നു. വളരെ പ്രധാനമല്ലേ? നമുക്ക് നോക്കാം, വളരെ വിശദമായി നോക്കാം. ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതി, മിനിറ്റ്സ് ബുക്ക് ആര് സൂക്ഷിക്കണം, ആരാണ് അതിൻ്റെ കസ്റ്റോഡിയൻ? മിനിറ്റ്സ് ബുക്കിൻ്റെ കസ്റ്റോഡിയൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി. ആദ്യം തന്നെ മനസ്സിലാക്കുക, ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ഓൾ മീറ്റിംഗ്സ് ഷാൽ ബി കെപ്റ്റ് അണ്ടർ ദ സേഫ് കസ്റ്റഡി ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ റെസ്പെക്റ്റീവ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് വളരെ പ്രധാനമാണ്. പ്രസിഡൻ്റ് അല്ല, ബോർഡ് മെമ്പേഴ്സ് അല്ല, അവിടുത്തെ മറ്റുദ്യോഗസ്ഥന്മാരല്ല, ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അതിൻ്റെ കസ്റ്റോഡിയൻ. പിന്നെയോ made available for inspection by the president and other directed board members at all reasonable times. പ്രസിഡൻറ്റോ ബോർഡ് മെമ്പർമാരോ ആവശ്യപ്പെട്ടാൽ പരിശോധനയ്ക്ക് ഹാജരാക്കണം. കസ്റ്റോഡിയൻ ചീഫ് എക്സിക്യൂട്ടീവ്. അത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മളീ പറഞ്ഞ പുതിയ 29A ഒന്നാമത്തെ ക്ലോസ്. മനസ്സിലായല്ലോ? അതിനെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ ഇനി പറയുന്നില്ല. പ്രാധാന്യം അതിൻ്റെ സമ്മറിയിലുണ്ട്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് ഞാനൊന്ന് വായിക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാകും. ക്ലോസ് 1. The minutes book of all meetings shall be kept under the safe custody of the chief executive of the respective cooperative society and shall be made available for inspection by the president and other directors at all reasonable time. കണ്ടില്ലേ? രണ്ടാമത് പറഞ്ഞ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതും പലതും തെറ്റായി ചെയ്യുന്നതുമാണ്. അതിൻ്റെ ഒരു ക്ലാരിറ്റി, അതിൻ്റെ ഒരു ക്ലിയർനെസ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് റൂൾ അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. മിനിറ്റ്സ് ബുക്കിൻ്റെ മെയിൻ്റനൻസ് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈ റൂളിൽ 29A വന്നിരിക്കുന്നത്. അതിൻ്റെ ക്ലോസ് 2 പറയുന്നത് ആരാ റെക്കോർഡ് ചെയ്യുന്നത്? ഈ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് ആരാ? റെക്കോർഡഡ് ബൈ ദ പ്രസിഡൻറ്റ്. ഈ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആകാം, അല്ലെങ്കിലോ ഓർ എനി മെമ്പർ ഓഫ് ദ മാനേജിങ് കമ്മിറ്റി, ഏതെങ്കിലും മാനേജിങ് കമ്മിറ്റി അംഗത്തിനും റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിലോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി. ഈ 3 പേരിൽ ആർക്ക് വേണമോ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അതാണ് മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് ആരാണെന്നുള്ള ചോദ്യം ഇനി സംശയം വേണ്ട. പ്രസിഡൻറ്റിന് ചെയ്യാം, കമ്മിറ്റി അംഗങ്ങളിൽ ആരെങ്കിലും ഒരാളിന് ചെയ്യാം, അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവിനും ചെയ്യാം. ഇനി അതിൻ്റെ ടെക്സ്റ്റ്, ക്ലോസ് 2 ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനത് വായിക്കാം. സിമ്പിളാണ്. ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഷാൽ ബി റെക്കോർഡഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓർ എനി മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓർ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി. ക്ലിയർ? ലെറ്റ്സ് ഗോ ടു ക്ലോസ്. ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അത് രസകരമാണ്, പ്രധാനമാണ്. പലപ്പോഴും അതൊരു കേസിൽ അവസാനിക്കുമ്പോൾ, കോടതിയിൽ പോകുമ്പോൾ അത് പല സംഘത്തിനുമെതിരായി വരുന്ന ഒരു സംഗതി ഈ മെയിൻ്റനൻസിൻ്റെ ഫ്ലോ കൊണ്ടാണ്. അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും മിനിറ്റ്സ് ബുക്കിൽ ബ്ലാങ്ക് സ്പേസ് ഇടാൻ പാടില്ല. എന്താ ബ്ലാങ്ക് സ്പേസ്? ഒരു തീരുമാനം എഴുതി, അതിനുശേഷം അടുത്ത തീരുമാനം കുറേ താഴെ എഴുതി, അതിനിടയിൽ ഒരു 1/2 കിലോ സ്ഥലം നമ്മളങ്ങ് മാറ്റി വെച്ചു. ലക്ഷ്യങ്ങൾ വേറെയാണ്,
അത് കാണുന്നവർക്ക് മനസ്സിലാവും, കോടതിക്കും മനസ്സിലാവും. ഒരു കാരണവശാലും അത് അനുവദിക്കും. ഇൻ കേസ് നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ ഒരു സ്പേസ് വന്നു പോയാലോ നമ്മളതിനെ സ്കോർ ഔട്ട് ചെയ്യണം. അതിനെ നമ്മൾ വരച്ച് അതിനെ ക്യാൻസൽ ചെയ്യണം. ആ സ്ഥലം ഇട്ടിരിക്കാൻ പാടില്ല. അത് പിന്നെ എഴുതി ചേർക്കാനെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തും. അതിനെ സ്കോർ ഔട്ട് ചെയ്യണം. ഇനി കറക്ഷൻസ്, ഓവർ റൈറ്റിങ്, എറേഷേഴ്സ് അല്ലെങ്കിൽ മായ്ച്ച് കളയുക ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മിനിറ്റ്സിൻ്റെ അവസാനം കൃത്യമായി രേഖപ്പെടുത്തണം. ഇതിൻ്റെ 4ാമത്തെ വരിയിൽ ഒരു കറക്ഷനുണ്ട്. ആ കറക്ഷൻ ഇതാണ്, അവിടെ ഇനിഷ്യൽ ചെയ്യണം. പിന്നെ ഓവർ റൈറ്റിങ്, മായ്ച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പോകണം എന്നുള്ളതാണ്. അറ്റ് ദ എൻഡ് അവസാനം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന ലൈനിൽ ചെയ്തിട്ടുണ്ടെന്ന് കൂടി എഴുതി വെച്ചാൽ ക്ലിയറായി. ഇപ്പോൾ നമ്മളൊരു മിനിറ്റ്സ് എഴുതുമ്പോൾ ബൈ റൈറ്റിംഗ് ആണല്ലോ എഴുതുക, അത് തെറ്റുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ എറക്ഷൻസ്, ഓവർ റൈറ്റിംഗ് പരമാവധി ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഇൻ കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇതിൻ്റെ അവസാനം ഈ സംഗതി നോട്ട് ചെയ്ത് പോകണം. പിന്നെ പ്രസിഡൻറ്റും പിന്നെ കമ്മിറ്റി അംഗങ്ങളും ഈ പറയുന്ന മിനിറ്റ്സിൽ ഒപ്പിടണം. അതിന് മുമ്പ് തന്നെ ഈ സംഗതി നോട്ട് ചെയ്യണം. പ്രസിഡൻറ്റും പിന്നെ കമ്മിറ്റി അംഗങ്ങളും പിന്നെ ഒപ്പിട്ടതിന് ശേഷം ഇന്ന കറക്ഷൻ ഉണ്ട് എന്ന് എഴുതി വെച്ചാൽ സംഗതി പണിപാളും. ഇതല്ല, കറക്ഷൻസ് ഇന്നതാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് പ്രസിഡൻറ്റ് ഒപ്പിടുക. പ്രസിഡൻറ്റ് കാണണം ആ കറക്ഷൻ, അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്ന കറക്ഷൻസ് ഉണ്ടായി എന്ന്. അതാണ് ഇതിൻ്റെ സാരം. മനസ്സിലായല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ അത് 3ാമത്തെ ടെക്സ്റ്റ് ഞാനൊന്ന് വായിക്കാം, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. വെരി സിമ്പിളാണ്. ബ്ലാങ്ക് സ്പേസ് ഇൻ മിനിറ്റ്സ് ബുക്ക് ഷാൽ ബി സ്കോർഡ് ഔട്ട്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ആൻഡ് ഓൾ കറക്ഷൻസ്, ഓവർ റൈറ്റിംഗ്, എറേഷേഴ്സ് എറ്റ്സെട്ര ഷുഡ് ബി ക്ലിയർലി നോട്ടഡ് അറ്റ് ദ എൻഡ് ബിഫോർ ദ മിനിറ്റ്സ് ആർ സൈൻഡ് ബൈ ദ പ്രസിഡൻറ്റ് ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ്. മനസ്സിലായല്ലോ. കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് ദെൻ ലെറ്റ്സ് ഗോ ടു ദ ഫോർത്ത്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒരു മിനിറ്റ്സ് അവസാനിച്ചു കഴിഞ്ഞാൽ പ്രസിഡൻറ്റും മറ്റ് കമ്മിറ്റി അംഗങ്ങളും, പ്രസൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി അംഗങ്ങൾ, ആബ്സെൻ്റ് ആയിട്ടുള്ളവരല്ല, പ്രസൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളും അതിൽ ഒപ്പിടണം എന്നുള്ളതാണ് ഈ ചട്ടം കൃത്യമായി പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യണം. കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ്, പ്രീവിയസ് മിനിറ്റ്സ് എന്ന് പറയും അതിന്. കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് അവിടെ വായിച്ച് നോട്ട് ചെയ്യണം. അത് പ്രധാനമാണ്. പല സംഘങ്ങളും ചെയ്യാത്തൊരു സംഗതിയാണ്. കഴിഞ്ഞ കമ്മിറ്റിയുടെ മിനിറ്റ്സ് അടുത്ത കമ്മിറ്റിയിൽ വായിച്ച് റെക്കോർഡ് ചെയ്യണം. സബ്സിക്വൻറ്റ് മീറ്റിംഗ് റെക്കോർഡ് ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇതാണ് ക്ലാസ് 4-ൽ പറയുന്നത്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ വായിക്കാം, കുറച്ചുകൂടി ക്ലാരിറ്റി വരും. 4. The minutes of the meeting shall be signed by the president and all other members of the board who were present at the meeting. അതാണ്, ആബ്സെൻ്റ് ആയിട്ടുള്ളവരൊന്നും ഒപ്പിട്ടിട്ട് കാര്യമില്ല. And the proceedings of the previous meeting shall be read out and recorded in the subsequent meeting. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് മനസ്സിലായി കാണും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത ക്ലോസ് 5-ൽ പറയുന്നത് വേറൊന്നുമല്ല. നമ്മളിങ്ങനെ മിനിറ്റ്സൊക്കെ തയ്യാറാക്കി വെച്ചു, പ്രസിഡന്റ് ഒപ്പിട്ടു, മെമ്പർമാരൊപ്പിട്ടു, അതുപോലെ ആധികാരിക രേഖയായിട്ട് വെച്ചതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മീറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ പ്രധാന കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ സബ് കമ്മിറ്റി മീറ്റിങ്സിൻ്റെ, അതുപോലെ തന്നെ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഈ മിനിറ്റ്സുകളെല്ലാം തന്നെ ഇൻസ്പെക്ഷനും ആഡിറ്റിനും അല്ലെങ്കിൽ ഏതെങ്കിലും ആതറൈസ്ഡ് ഓഫീസർ ആവശ്യപ്പെടുമ്പോൾ പരിശോധനയ്ക്കും ലഭ്യമായിരിക്കണം എന്ന് കൃത്യമായി ക്ലോസ് 5-ൽ പറഞ്ഞു വച്ചിരിക്കും. ഇത് പൂഴ്ത്തിവെക്കാനുള്ളതല്ല. ആവശ്യപ്പെടുമ്പോൾ ആതറൈസ്ഡ് എല്ലാവർക്കുമല്ല, ആതറൈസ്ഡ് ഉദ്യോഗസ്ഥന്മാർക്കോ അതുപോലെ തന്നെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടോ ആഡിറ്ററോ ആവശ്യപ്പെട്ടാൽ ഇത് കൊടുക്കേണ്ടത് തന്നെയാണ്. സംശയമൊന്നും അക്കാര്യത്തിൽ ആർക്കും വേണ്ട. ഇതാണ് ക്ലോസ് 5-ൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങളും ഡിബേറ്റുകളൊക്കെ പല ക്ലാസ്സുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഇത് പരിശോധനയ്ക്ക് ലഭ്യമാക്കുക തന്നെ. അതിൻ്റെ ടെക്സ്റ്റ് വായിക്കാം, ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. ക്ലാസ് 5. The minutes book of board meeting, subcommittee meeting as well as the general body meeting shall be made available for inspection or audit as and when required by the authorized officers. ക്ലിയർ ആയല്ലോ. ഇതിനപ്പുറം ഒന്നും പറയാം. ഭേദഗതി അടങ്ങുന്ന 5-ാമത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ സമയം എടുക്കുന്നില്ല, അത് നിങ്ങൾക്ക് മൊണോട്ടണസ് ആവും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ 2 വട്ടം കാണുക, അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുക. ബാക്കിയുള്ള ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചർച്ചയ്ക്കായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ആൻഡ് സീ യു അഗൈൻ.